കോർപ്പറേഷൻ പരിധിയിൽ ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ തന്നെ തൊട്ട് അടുത്ത് തന്നെ നമുക്കൊരു 25 മീറ്റർ മാറിയിട്ട് ബസ് റൂട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒരു ലക്ഷറി വീടാണ്. അപ്പം വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക. അപ്പോൾ ഇത് വരുന്ന സ്ഥലം വരുന്നത് പുന്നയ്ക്കാമുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ട്രിവാൻഡ്രത്ത് പുന്നയ്ക്കാമുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ വീട് ഒരു 8.5 സെൻറ്റിലാണ് ഈ വീട് നമുക്കിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 3200 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. ഒരു 5 BHK വീടാണ്. 5 BHKയിൽ നമുക്ക് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. വീടിൻ്റെ തടി ഫുള്ള് തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വീട് റെഡ് ബ്രിക്സിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ധാരാളം അതിൻ്റെ വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നേരെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. അപ്പോൾ വീടിൻ്റെ അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് മുഴുവനും നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കവേർഡ് പാർക്കിങ്ങും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വൈഡ് റേഞ്ചിലാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. നമുക്കൊരു 3-4 കാർ വരെ നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. വീടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ് വരുന്നത്. മുകളിൽ നിന്നുള്ള ബാൽക്കണിയൊക്കെ നല്ലൊരു ലുക്ക് നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ വാട്ടർ സോഴ്സ് വരുന്നത് നമുക്ക് പൈപ്പ് കണക്ഷനാണ് വരുന്നത്. കോർപ്പറേഷൻ പരിധിയിലാണ്. നമുക്ക് വാട്ടറൊക്കെ എപ്പോഴും അവൈലബിൾ ആണ് ഇവിടെ. കൂടാതെ ഈ വീട് റെഡ് ബ്രിക്സിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ചുടുകട്ടയിൽ ഉള്ള ഒരു വീടാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ കവേർഡ് പാർക്കിംഗ് വരുന്നത്. നമുക്ക് കാർ പൗച്ചിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെയായിട്ട് നമുക്കിവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടുള്ള ഡ്രോയറായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെരുപ്പും ബാക്കി എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സൂക്ഷിക്കാനായിട്ട് കുറച്ച് സ്പേസും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് നോക്കാം. അപ്പോൾ നമുക്ക് 8x6 ഡയമെൻഷനിലുള്ള ഒരു ഫ്രണ്ട് സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ വരുന്നത്. വീടിൻ്റെ നമുക്ക് ജനലും ബാക്കിയെല്ലാം തന്നെ തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. തേക്കും ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ജനലെല്ലാം വരുന്നത്. കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറും തേക്കിലാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ സൈഡിലായിട്ടുള്ളത് വാൾട്ടയിലാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സോപാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സോപാനമാണ്. നല്ലൊരു ഫിനിഷിൽ ചെയ്തിട്ടുള്ള ഒരു സോപാനമാണ് ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഡോർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത്. ഫുള്ള് തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡബിൾ ഡോറാണ് വരുന്നത്. നല്ലൊരു ആർട്ട് വർക്ക് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ തന്നെ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു തേക്കിൽ കംപ്ലീറ്റ് ഉള്ള ഡോറാണ്. മുകളിലെല്ലാം നമുക്ക് വാൾ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്കൊരു L ഷേപ്പിലാണ് നമുക്കിവിടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ കംപ്ലീറ്റ് ആയി വരുന്നത്. വീടിൻ്റെ ഈ സൈഡിൽ കാണുന്നതെല്ലാം തന്നെ തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പാനലാണ്. നല്ല ഭംഗിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കജാരയുടെ ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മുകളിൽ സീലിംഗ് വർക്ക് വരുന്നത്. സൈഡിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റിങ്ങും കൂടാതെ സ്പോട്ട് ലൈറ്റിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ജിപ്സത്തിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ അത് ഇവിടെ ആയിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത് 21x8 ഡയമെൻഷനിലാണ് നമുക്ക് ഈ വലിയ ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമുക്കിവിടെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ടൊക്കെ പോകുന്ന സ്പേസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. നല്ലൊരു ലക്ഷറി വീടാണ്. അപ്പോൾ ഈ കാണുന്ന TV യൂണിറ്റും ഫുള്ള് തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. നല്ല വലിപ്പത്തിൽ തന്നെ നമുക്കുള്ള ഒരു TV യൂണിറ്റാണ്. നമുക്കിവിടെയാണ് DB വരുന്നത്. 3 ഫേസിലുള്ള ഒരു DB കണക്ഷനാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഇപ്പോൾ ഡൈനിങ് ഏരിയ 12x14 ഡയമെൻഷനിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്.
നമുക്ക് തടിയുടെ തന്നെ സൈഡ് ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്, കാണാനൊരു പ്രത്യേക ലുക്കുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് പോളിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടെ ഭംഗി അതിന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ യൂസ് ചെയ്യുന്നത് സീലിങ്ങിൽ വരുന്നത് പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും ആണ് ഇവിടെയും വരുന്നത്. 12x14 ഈ ഒരു ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഷ് ബേസിൻ നമുക്ക് ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പോളിഷും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി നമുക്കിവിടെ കിട്ടും. കണ്ടോ, തേക്കിലാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി കിച്ചൺ ഉണ്ട്, കിച്ചൺ വർക്കും ഫുള്ള് തേക്കിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. നമുക്ക് ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കണ്ടോ, നല്ല വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് തേക്കിലാണ് ഫുള്ള് ഇവിടുത്തെ മെറ്റീരിയൽ വരുന്നത്, ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ താഴെ ഒരു നമുക്ക് മാറ്റ് ഫിനിഷിങ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 16x10 ഈ ഒരു കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. നമുക്ക് അത്യാവശ്യം പവർ യൂണിറ്റ് എല്ലാം നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് കിച്ചണിൽ വാഷിംഗ് കൗണ്ടറൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഒരു ജാഗ്വാറിൻ്റെ വാഷ് ബേസിൻ കൗണ്ടറാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെയൊക്കെ നിരവധി റോ ടൈപ്പിലുള്ള പല കബോർഡ്സുകളും നമുക്കിവിടെ വരുന്നുണ്ട്. മുകളിലായിട്ടും താഴെയായിട്ടും നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ലൈറ്റിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് സൈഡിൽ നിന്ന് ഈ ഒരു വ്യൂ ആണ് നമുക്ക് സൈഡിൽ നിന്ന് വരുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ കിച്ചണിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു വ്യൂ കൂടെ കാണാം. ഓക്കെ, നമുക്ക് ഓപ്പൺ കിച്ചണിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് ആ ഒരു ഭാഗത്താണ്. ഇതാണ് അവിടെ അങ്ങോട്ട് പോകുന്ന ഒരു ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു ബെഡ്റൂമുണ്ട്. നമുക്ക് ഈ വീടിന് 5 ബെഡ്റൂമാണ് മൊത്തം വരുന്നത്. അതിൽ ആദ്യത്തെ 2 ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ബാക്കി നമുക്ക് 3 എണ്ണം മുകളിലാണ് വരുന്നത്. അതിൽ നമുക്ക് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റത്തെ ബെഡ്റൂമിലോട്ട് പോകാം. നമുക്ക് ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. ഇപ്പോൾ 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് വാൾറൂംസ് എല്ലാം കൊടുത്തിട്ടുള്ളത് തേക്കിലാണ് നമുക്ക് ഈ വാൾറൂംസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് വരുന്ന സ്പോട്ട് ലൈറ്റ്, പിന്നെ വാൾ ഹാങ്ങിങ് ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കൊരു ഡൗട്ട് തോന്നും. നമുക്ക് ആ ഒരു ഭാഗത്താണ് നമുക്ക് ബാത്റൂം വരുന്നത്. നമുക്കത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വാൾഡ്രോബ്സ് വരുന്നത്. ഫുള്ള് തേക്കിലാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എവിടെയായിട്ടാണ് നമുക്കൊരു മിറർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് തടിയിലെ ഈ ഒരു തേക്കിലെ ഡോർ തുറക്കുമ്പോഴാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറി നമുക്ക് കാണാം. അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കൂടാതെ നമുക്കിവിടെ ഷവറെല്ലാം ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റിലുള്ള അതാണ് നമുക്കിവിടെ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗ്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡോറൊക്കെ ഒരു ഷവർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ടെയില് നമുക്ക് ഗ്രിപ്പുള്ള ടൈപ്പ് ടെയിലാണ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറും കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഇവിടെ കീപ്പ് ചെയ്യാനായിട്ട് സൂക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡ്രോ ബോക്സുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ നമുക്ക് ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇനി ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്.
നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്തുള്ളത് ഒരു ബെഡ്റൂം നമുക്ക് കിച്ചൻ്റെ സൈഡിലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബെഡ്റൂമും കൂടെ കാണാം. നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് കിച്ചൺ നമുക്കിവിടെയാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് മെയിനായിട്ട് അതിൻ്റെ സൈസ് വരുന്നത് 15x12 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് സീലിംഗ് വർക്കൊക്കെ നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട പോലത്തെ അതേപോലത്തെ തന്നെ തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വാൾ റൂംസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെയിം അപ്പുറത്ത് നമ്മൾ കണ്ട പോലത്തെ അതേ ടൈപ്പ് തന്നെ നമുക്ക് ഇവിടെ ഗ്ലാസ്സിൽ നിന്നുള്ള നമുക്ക് ഷവർ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റ് സെറയുടെ പ്രോഡക്റ്റുമാണ് നമുക്കിവിടെ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഫിറ്റിങ്സ് ആണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ബെഡ്റൂമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയിട്ടാണ് നമുക്ക് മുകളിലോട്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വീടിൻ്റെ ഫുള്ള് വുഡൻ വർക്ക് എല്ലാം. അപ്പോൾ ഈ കാണുന്ന ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറുമ്പോഴുള്ള ഹാൻഡ് റീൽസ് ഫുള്ള് നമുക്ക് തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ലൈറ്റെല്ലാം നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. മുകളിൽ നിന്ന് നമുക്ക് നല്ലൊരു വെട്ടം നമുക്ക് രാവിലെയൊക്കെ ആയാലും നമുക്ക് നല്ലൊരു പ്രകാശം നമുക്ക് വീട്ടിലോട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഫാൻസി ലൈറ്റ് കിട്ടി തന്നെ നമുക്ക് ഇവിടെ എല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കയറി വന്ന സ്റ്റെപ്പ് നമുക്ക് നോക്കിയാൽ ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 26x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നല്ല വലുപ്പം നമുക്കിവിടെ നിന്ന് നല്ലൊരു വലുപ്പം കിട്ടുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു സൈസാണ് നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ലിവിങ് ഏരിയ 26x12 ആണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. ഇവിടുത്തെ ഹാൻഡിൽസ് എല്ലാം തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന നമുക്ക് സീലിംഗ് വർക്കെല്ലാം പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൂടാതെ നമുക്ക് സ്പോട്ട് ലൈറ്റിങ്ങാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസ് നമുക്ക് ഇവിടെ നിന്ന് ലിവിങ് ഏരിയയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അതൊന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തും ബാക്കി 2 നമുക്ക് ആ ഒരു സൈഡിലുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു ബെഡ്റൂം നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത്. 15x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമ്മൾ താഴെ കണ്ട അതേ ടൈപ്പ് സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇഷ്ടംപോലെ നമുക്ക് ഫാൻസി ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിൻഡോ വരുന്നത് ഈ ഒരു 2 ഈ ഒരു ചെറിയൊരു വിൻഡോ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ഈ ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വിൻഡോയാണ് വരുന്നത്. ബാക്കി നമ്മൾ നേരത്തെ കണ്ട ടൈപ്പിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വാൾ റൂംസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും തേക്കിലുള്ളത് തന്നെയാണ്. നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോളിഷിംഗ് ചെയ്താൽ നല്ല ഗ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മിറർ വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ താഴെ കണ്ട അതേപോലെ തന്നെ ഗ്ലാസ്സിലുള്ള ഷവർ യൂണിറ്റും കൂടാതെ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിങ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെള്ളമൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് മാറ്റ് ഫിനിഷിങ് ടൈൽ നമ്മൾ നല്ലതാണ് ഗ്രിപ്പ് കിട്ടാനൊക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്.
ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നമുക്ക് ആ രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. സെയിം നമ്മൾ അപ്പുറത്ത് കണ്ടിട്ടുള്ള അതേ ടൈപ്പ് ആണ് നമുക്ക് ഇവിടുത്തെ യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറുത്, നമുക്ക് ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ലെങ്ത് വരുന്ന ഒരു വിൻഡോ ആണ് വരുന്നത്. സ്പോട്ട് ലൈറ്റാണ് നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേക്കിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള വാൾഡ്രോബ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. ഇതും തടിയിലുള്ളതാണ് നമുക്ക് ഡോറൊക്കെ വരുന്നത്. സെയിം എല്ലാ നമുക്ക് ഇപ്പം നമ്മൾ കണ്ട 4 ബെഡ്റൂമിനും നമുക്ക് ഗ്ലാസ് ടൈപ്പിലുള്ള ഷവർ യൂണിറ്റാണ് വരുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്തായിട്ട് ഇനി ഒരു ലാസ്റ്റത്തെ നമുക്കൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലാസ്റ്റത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 15x6 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ ബാത്റൂം ഇല്ല, നമുക്കിവിടെ ഹോം തിയേറ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ടോ നമുക്ക് ഓഫീസ് പർപ്പസ് ആയിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. മെയിനായിട്ട് നമുക്ക് ഹോം തിയേറ്ററൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്പേസ് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 15x6 ഈ ഒരു ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ നമുക്ക് മൂന്നാമത്തെ ബെഡ്, നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂമിൽ നിന്ന് നമുക്കിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം നല്ല ഭംഗിക്കാണ് നമുക്കിവിടെ ഫുള്ള് ഡെക്കറേറ്റ് ഉള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള ബാൽക്കണി കാണാം. നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള കബോർഡ് പോർഷനൊക്കെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കബോർഡ് യൂണിറ്റൊക്കെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാൽക്കണി നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ്, നമുക്കത് കാണാം. ഓക്കെ, നമ്മൾ ഇറങ്ങുമ്പം ഇതേപോലെ ഒരു ഡബിൾ ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തോട്ട് നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10x6 നമുക്ക് ഇവിടെ ഈ ഒരു ബാൽക്കണിയുടെ ഈ സിറ്റ് ഔട്ടിൻ്റെ നമുക്ക് ഈ ഒരു യൂണിറ്റ് വരുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. മുകളിലായിട്ട് ഇവിടെ സീലിംഗ് വർക്ക് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. വീടിൻ്റെ ടെറസിലോട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഈ ഒരു ഡോർ വഴിയാണ് നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകേണ്ട നമുക്ക് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് ഈ ഒരു വഴി നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകാനായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. ഇത് ഇത്രയാണ് നമുക്ക് ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള നമുക്കൊരു വിശേഷം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടെ പറയാം. 3200 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ടെറസെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് പണിയിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കോർപ്പറേഷൻ പരിധിയിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിന് റെഡ് ബ്രിക്സിലാണ് വരുന്നത്. കൂടാതെ നമുക്ക് ഫുള്ള് തേക്കിലാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കോർപ്പറേഷൻ പരിധിയിൽ ഒരു വീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വയ്ക്കാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് വേറെ വീട് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ഒരു ബഡ്ജറ്റിലുള്ള റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് വീട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ താഴെ കിടന്ന നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് കടന്നു വരാം. എല്ലാവർക്കും നന്ദി.